നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇവിടെ ഈ സംഭവം നടക്കുമ്പോ അതാ അവർക്കിടയിൽ ഇപ്പോൾ രണ്ടുപേരും അവരവരുടെ വാദത്തിൽ ഉറച്ചു നിന്നില്ലേ. ഇനി ആരെയും ശിക്ഷിക്കാനും വകുപ്പില്ല, ഇനി അവർ ഒരുമിച്ച് പോകുവാനും പറ്റില്ലല്ലോ. ഒരാള് പറഞ്ഞു അതവൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്, ഇനി അവളുടെ കൂടെ പൊരുത്തപ്പെടാൻ അവർക്ക് പറ്റൂല, പെണ്ണിനിങ്ങോട്ടും പൊരുത്തപ്പെടാൻ പറ്റൂല, അവളുടെ ഗർഭത്തിലുള്ള കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇയാൾക്കും പറ്റൂല, കാരണം ഇയാളത് നിഷേധിക്കുകയാണ്. ഇനി അതല്ല, ഇതൊക്കെ അയാൾ നിഷേധിക്കാതെ ആരാന്റെ കുട്ടിയെ അയാൾ ഏറ്റെടുക്കുന്ന രൂപത്തിലുള്ള അവസ്ഥയിലൂടെ ഒരു നരകതുല്യമായ ജീവിതമല്ലേ അവർക്കിനി അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഇസ്ലാം എന്തു പറയാണ്, ഇങ്ങനെ രണ്ടു കൂട്ടരും അവരവരുടെ വാദങ്ങളിൽ ഉറച്ചു നിന്നാൽ ഇനി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല, അതോടുകൂടി നിങ്ങൾ പിരിയണം, അതോടുകൂടാൻ പിരിച്ചുവിടണം. ഇത് പറയുന്നതോടുകൂടി രണ്ടാളും അതാ ഭാര്യാഭർത്താക്കളല്ലാതായി മാറുകയാണ്. പരസ്പരം അവർ എന്ത് വാക്കുകളിലൂടെയാണ് ഇപ്പോൾ പിരിഞ്ഞത്? ശപിച്ചു പിരിഞ്ഞിരിക്കുകയാണ്, പരസ്പരം ശപിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ശപിച്ചു പിരിയുന്ന ഏർപ്പാടിന്, അങ്ങനെ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് പിരിയുന്ന ഈ രൂപത്തിലുള്ള കേസുകൾ, അങ്ങനെ ഭാര്യാഭർത്താക്കളെ വേർപിരിക്കുന്ന ഏർപ്പാടിന്, അത്തരം കാര്യങ്ങൾക്ക് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ പറയുന്ന രീതിയാണ് ലിആൻ. ലഅനത്തിൽ നിന്നുള്ള പ്രയോഗമായ ലിആൻ. പരസ്പരം ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടവർ പിരിയുകയാണ്, ജീവിതത്തിൽ നിന്ന് പിരിയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം, ഇങ്ങനെ ലിആൻ നടത്തി പിരിഞ്ഞവർക്ക് പിന്നീടൊരിക്കലും സംഗമിക്കുവാൻ അർഹതയില്ല. ഒരു കാലത്തും പിന്നെ അവർക്ക് തിരിച്ചെടുക്കാൻ അനുവാദമില്ല. ഈ വിധത്തിൽ പരസ്പരം ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞുപോയവർക്ക് പിന്നെ ഒരു കാലത്തും തിരിച്ചെടുക്കാൻ പറ്റൂല. ഒരു പെണ്ണിനെ മറ്റൊരാൾ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വേണമെങ്കിൽ ഒന്നിക്കാം, വീണ്ടും ഭാര്യാഭർത്താക്കളായി ജീവിക്കാനൊക്കെ ഇസ്ലാമിൽ വകുപ്പുണ്ട്. പക്ഷേ ഈ നിലക്ക് പരസ്പരം ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് ലിആനിലൂടെ ബന്ധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി ഒരു കാലത്തും അവർക്ക് തമ്മിൽ ഇനി സംഗമിച്ച് ഭാര്യാഭർത്താക്കളായി ജീവിക്കാൻ പറ്റില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. മഹാന്മാരായ സഹാബിമാർ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, മളത്തിസ് സുന്ന അല്ലാ യജ്തമിഅൽ മുതലാഇനാൻ. പരസ്പരം ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് ശപിച്ച് പിരിഞ്ഞ ഭാര്യാഭർത്താക്കൾ ഒരു കാലത്തും പിന്നെ സംഗമിക്കുകയില്ല. സംഗമിക്കാൻ അവർക്ക് വകുപ്പില്ല എന്നർത്ഥം. വളരെ കൃത്യമായിട്ടുള്ള ഇസ്ലാമിന്റെ നിയമമാണത്. അങ്ങനെ നമ്മളെ സംഭവത്തിലേക്ക് വരാം. അവിടുന്നാണല്ലോ നമ്മൾ ഈ ആയത്തിലേക്ക് പോയത്. അങ്ങനെ ഈ വചനം അങ്ങ് ഓതി കേൾപ്പിച്ചു കൊടുത്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് ഹിലാൽ റളിയല്ലാഹു അൻഹു ഇപ്രകാരം സത്യം ചെയ്തു, നബിയേ ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് 4 തവണ അയാളങ്ങ് സാക്ഷ്യം വഹിച്ചു. 5ാം തവണ പറഞ്ഞു, അള്ളാന്റെ ശാപം എൻ്റെ മേലുണ്ടായിക്കോട്ടെ, ഞാൻ കളവാണ് പറയുന്നതെങ്കിൽ. അതങ്ങോട്ട് കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് അവരോടും അപ്രകാരം തന്നെ, ഇനി എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അവരും അങ്ങനെ തന്നെ പറയുകയാണ്. അതാ അയാൾ പറയുന്നത് മുഴുവൻ കളവാണ് എന്ന് 4 തവണ അവരങ്ങ് സത്യം പറഞ്ഞ് സാക്ഷി പറയുകയാണ്. 5ാമത്തെ തവണയായപ്പോ അള്ളാന്റെ റസൂലും അതുപോലെ തന്നെ സഹാബിമാരും ഒക്കെ ഗൗരവത്തിൽ ആവശ്യപ്പെടുകയാണ്, ഇതാ കളിക്കേണ്ട വിഷയമല്ല, ഗുരുതരമായ വാക്കാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി, ആ സ്ത്രീ ഒന്ന് ശങ്കിച്ചു നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഒരു പക്ഷേ മാറ്റിപ്പറയാനുള്ള മനസ്സായിരിക്കുമെന്ന്. പക്ഷേ മാറ്റിപ്പറയാതെ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അവരും പറഞ്ഞു, അയാള് സത്യമാണ് പറയുന്നതെങ്കിൽ അള്ളാന്റെ കോപം എൻ്റെ മേലുണ്ടായിക്കോട്ടെ. രണ്ടാളും അങ്ങോട്ടും പരസ്പരം പറഞ്ഞ് അങ്ങോട്ട് പിരിഞ്ഞു. അപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിക്കാണ്, ഇന്നല്ലാഹ യഅലമു, തീർച്ചയായും അല്ലാഹുവിനെ അറിയാം കേട്ടോ, അന്ന അഹദകുമാ കാദിബുൻ, നിങ്ങളിൽ ഒരാൾ കളവ് പറയുന്നുണ്ട്, നിങ്ങളിൽ രണ്ടാളിൽ ഒരാൾ പറയുന്നത് കളവാണ്, അല്ലാഹുവിനറിയാം കേട്ടോ. ഗൗരവമുള്ള കേസാണ്, നല്ലോണം ആലോചിച്ചുകൊണ്ട് സാക്ഷി പറഞ്ഞാൽ മതി.
എന്നല്ലാന്റെ റസൂല് ഗൗരവത്തോടുകൂടെ ചോദിച്ചു എന്ന് മാത്രമല്ല, അവസാനം അവരിത്ര ഗുരുതരമായ വാക്ക് പറയുന്നതിന്റെ മുമ്പേ അള്ളാന്റെ റസൂല് ഒരു ചോദ്യം കൂടി അവരോട് ചോദിച്ചിട്ടുണ്ടെന്ന് ഹദീസുകളിൽ കാണാം. ഫഹൽ മിൻകുമാ തായിബുൻ, നിങ്ങളുടെ രണ്ടാളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തൗബ ചെയ്യാൻ തയ്യാറുണ്ടോ? പറഞ്ഞതിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് റബ്ബറിയുന്നുണ്ട്. ഇതൊക്കെ റബ്ബിനറിയാം. ഈ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ കളവ് പറയുന്നുണ്ട് എന്നങ്ങ് പറഞ്ഞ് തൗബ ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ തൗബ ചെയ്യാൻ തയ്യാറില്ലാതെ വീണ്ടും അവര് തന്നെ അങ്ങ് സാക്ഷി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ രണ്ടാളെയും പിരിച്ചുവിടുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ഈ സംഭവം. വേറെയും സമാനമായ ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ശാപവാക്കുകൾ പറഞ്ഞു പിരിയുന്നതോടുകൂടി അവർ തമ്മിൽ പിരിഞ്ഞു. വേറെഞ്ഞൊരു തൊലാക്കൊന്നും ഇയാൾ പറയേണ്ടതില്ല. സാധാരണഗതിയിൽ തൊലാക്ക് പോകണമെങ്കിൽ ഭർത്താവിനല്ലേ തൊലാക്കിന്റെ അധികാരമുള്ളത്, അയാൾ പറയണം. പക്ഷെ അയാളിഞ്ഞ് തൊലാക്ക് കൊടുക്കൊന്നും വേണ്ട. അത് രണ്ടാളും പറയുന്നതോടുകൂടി ബന്ധം ഓട്ടോമാറ്റിക്കലായിട്ട് പോയി. അവർ ഭാര്യാഭർത്താക്കളല്ലാതായി പോയി. നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഇനി ഒരു കാലത്തും അവരെ ഭാര്യാഭർത്താക്കളായി വീണ്ടും ഒന്ന് വിവാഹിതരാവാനുള്ള ഒരു ചാൻസും അവർക്ക് ബാക്കിയില്ല. അത്ര ഗുരുതരമായ കാര്യമാണല്ലോ. അള്ളാഹു എങ്ങാനും അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിലോ ഇനി അവർ ഒന്നിച്ചാൻ തണ്ടാവുക, ചിലപ്പോൾ പ്രതികാരത്തിന് വേണ്ടിയിട്ട് ഒരുമിക്കും, കൊന്നുകളയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് അതിനനുവദിച്ചിട്ടില്ല. അങ്ങനെ പിരിഞ്ഞില്ലേ, അത്രയും വിശ്വാസമില്ലാതില്ല അവസാനത്തെ വാക്കല്ലേ പറഞ്ഞത്. പിന്നെ അവർ ഒന്നിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അള്ളാഹു ആ നിയമം ഇറക്കി. പക്ഷെ ഇതിൽ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. നമുക്കൊരു സംശയം ഉണ്ടാവും. ഒരു ഭർത്താവ് ഒരു ഭാര്യ വ്യഭിചരിച്ചത് കണ്ടു, അല്ലെങ്കിൽ വ്യഭിചാരം നടന്നു എന്ന് അയാൾക്ക് അങ്ങനെ മനസ്സിലാവുകയാണ്, അല്ലെങ്കിൽ തൻ്റെ ആ നിലക്ക് അയാൾക്ക് ഉറപ്പായി, സാഹചര്യ തെളിവുകളൊക്കെ കിട്ടി, അതുകൊണ്ട് മാത്രം തൊലാക്ക് പോവോ? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്. എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് അങ്ങനെ സംശയമുണ്ട്. സംശയം എന്ന് മാത്രമല്ല, തെളിവുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അവളുടെ ഫോണ് മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ ബന്ധം പോയോ? അങ്ങനെ ബന്ധം പോവുകയില്ല. ശാപപ്രാർത്ഥന നടത്തി പിരിഞ്ഞു പോകാത്ത പക്ഷം ഒരു ഭാര്യ വ്യഭിചരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് വ്യഭിചരിച്ചു എന്നുള്ള ഏക കാരണത്താൽ വിവാഹബന്ധം മുറിയൊന്നുമില്ല. അവർക്ക് തീരുമാനിക്കാം. ഒരു വേള അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ പെട്ടുപോയി എന്ന് ഭർത്താവിന് തോന്നുകയാണ്, ഭാര്യ വളരെ ഖേദത്തോടുകൂടെ അത് സമ്മതിക്കുകയാണെങ്കിൽ, ഭർത്താവിന് ഉദ്ദേശമുണ്ടെങ്കിൽ അയാൾക്കത് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും, പൊറുക്കാനും മറക്കാനും ഒക്കെ സാധ്യമാകുമെന്ന് അവൾ ആത്മാർത്ഥമായിട്ടാണ് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നതിന് ഇസ്ലാമിൽ തടസ്സമൊന്നുമില്ല. പിന്നെ പിരിയലും അതുപോലെ തന്നെ കാലാകാലം പിന്നെ ഒരിക്കലും ചേരാൻ പറ്റൂല എന്നൊക്കെ പറയുന്നത് എപ്പോഴാ? ഈ നിലക്കുള്ള വാക്കുകൾ പറഞ്ഞ് ശാപപ്രാർത്ഥന നടത്തിയാണ്ട് പിരിഞ്ഞാലാണ്. അത് അള്ളാഹു ചെയ്തിട്ടുള്ള ഒരു കാരുണ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരാളെ പറ്റി അങ്ങനെ ഒന്ന് കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ വിവാഹ ജീവിതം ഒഴിവാക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അത് ആ ഭർത്താവിന് തീരുമാനിക്കാം, അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് തീരുമാനിക്കാം. ഞാനുള്ളൊരു ഭർത്താവിൻ്റെ കൂടെ ഞാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചൊരു പെണ്ണ് പോവുകയാണോ, ഒഴിവാക്കി പോകാം. ഭർത്താവ് വിചാരിക്കാണ് ഇനി പറ്റുന്നില്ല, അതിന് ശരിയാവില്ല എന്നാണെങ്കിൽ പിരിയാം. കാരണമാണ്, തൊലാക്ക് ചൊല്ലാനുള്ള കാരണമാണ്. അവസരത്തിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അവർ പരസ്പരം പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഇസ്ലാം അതിനെ അനുവദിക്കുന്നു.